റോഡിൽ കാറിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നുള്ള ഒരു തർക്കം അവസാനിക്കുന്നത് ഒരാളുടെ മരണത്തിലും രണ്ടുപേരുടെ ജീവിതം തകരുന്ന ഒരു അവസ്ഥയിലുമാണ്. റോഡിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് തുറവൂർ ആരിശ്ശേരിൽ ഐവിൻ ജിജോയെ പ്രതികൾ മനഃപൂർവ്വം കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതികളായ CISF SI വിനയകുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവർ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചെന്നും നെടുമ്പാശ്ശേരി പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബീഹാർ സ്വദേശികളായ ഇവർ കൊച്ചി വിമാനത്താവളത്തിലാണ് ജോലി ചെയ്യുന്നത്. നെടുമ്പാശ്ശേരിയിലെ കാസിനോ എയർ കാറ്ററേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസസിലെ ഷെഫായ ഐവിൻ ജോലി സ്ഥലത്തേക്ക് തുറവൂരിലെ വീട്ടിൽ നിന്ന് കാറിൽ വരുന്നതിനിടെയാണ് ഈ CISF ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാകുന്നത്. ഐവിന്റെ കാറിൽ CISF ഉദ്യോഗസ്ഥരുടെ കാർ ഉരസിയതായി പറയുന്നു. ആ തർക്കമാണ് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. പോലീസ് എത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഐവിൻ ഇവരുടെ കാർ തടഞ്ഞു. അതോടെയാണ് CISFകാരുടെ കൺട്രോൾ പോയതും തുടർന്ന് കാർ ഇടിപ്പിച്ച് ഐവിനെ കൊലപ്പെടുത്തിയത്. ബോർഡനിലേക്ക് വീണ ഐവിൻ ജിജോയെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ 600 മീറ്ററോളം കൊണ്ടുപോയി ബ്രേക്ക് ഇട്ട് നിരത്ത് വീഴ്ത്തിയ ശേഷം വീണ്ടും കാർ ഇടിപ്പിച്ചു. അടിയിൽപ്പെട്ട ഐവിനെ 37 മീറ്ററോളം റോഡിലൂടെ ഉരച്ചു കൊണ്ടുപോയി എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിന് ശേഷം ഒന്നാം പ്രതി വിനയകുമാർ ദാസിനെ സംഭവം നടന്ന പ്രദേശത്ത് നിന്ന് പരിക്കുകളോടെ പോലീസ് പിടികൂടിയിരുന്നു. നാട്ടുകാർ അയാളെ കൈകാര്യം ചെയ്യുന്നതാണ് ലഭിക്കുന്ന വിവരം. പോലീസ് വന്നിട്ട് പോയാൽ മതിയെന്ന് ഒരു ചെറുപ്പക്കാരൻ തങ്ങളോട് പറയുമ്പോഴാണ് ഈ CISFകാരുടെ സ്വഭാവം മാറുന്നത്. തങ്ങൾ എന്തോ പോലീസിനേക്കാൾ വലിയ ആളുകളാണ് എന്ന ഭാവം തന്നെയാണ് അവർക്കുള്ളത്. ഈ നാട്ടിലെ ക്രമസമാധാന ചുമതല തീർച്ചയായും കേരള പോലീസിന് തന്നെയാണ്. വ്യാവസായിക സ്ഥാപനങ്ങൾക്കും സർക്കാർ പ്രോജക്റ്റുകൾക്കും സുരക്ഷ നൽകലാണ് പ്രധാനമായും ഈ CISFകാരുടെ ജോലി. നിയമത്തിന് മുന്നിൽ അവരും തുല്യരാണ്. പോലീസാണ് റോഡിലൊരു തർക്കമുണ്ടായാൽ അത് പരിഹരിക്കുന്നത്, അല്ലെങ്കിൽ നടപടി എടുക്കുന്നത്. അതേപോലെ തന്നെ വളരെ ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നമാണ് റോഡിലെ ദേഷ്യം എന്ന കാര്യം. ഒരു ട്രാഫിക് സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് കത്തിയാൽ ഉടനെ പിന്നിൽ നിന്നും നീണ്ട ഹോണടികൾ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ മുന്നിൽ കിടക്കുന്ന വാഹനം കുറച്ചുകൂടി മെല്ലെ നീങ്ങും. നമ്മുടെ ഹോണിന്റെ ബലത്തിലല്ല മുന്നിൽ കിടക്കുന്ന വാഹനം മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെയാണ് സൈഡ് കൊടുക്കാതിരിക്കുക എന്നത്. ഒരാളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താൻ വിജയിച്ചതുപോലെ ചില പ്രകടനങ്ങൾ നടത്തുന്ന ആളുകളുമുണ്ട്. പലപ്പോഴും അത് അശ്ലീല ആംഗ്യങ്ങളായി മാറുകയും ചെയ്യാറുണ്ട്. റോഡ് എല്ലാവരുടെയും ഒരു പൊതുസ്വത്താണ്. നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ് റോഡ് ഉപയോഗിക്കുക എന്നത്. മാന്യമായി ഡ്രൈവ് ചെയ്യുക. ഒരാൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അല്പം ക്ഷമയോടെ പെരുമാറുക. ഒരാൾ ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ റോഡുകളിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നത്. നമ്മൾ ഓടിക്കുന്ന വണ്ടി വളരെ വില കൂടിയതായതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും റോഡിൽ അവകാശപ്പെടാൻ പറ്റില്ല. സ്കൂട്ടർ ആയാലും ഓട്ടോറിക്ഷ ആയാലും ആഡംബര കാറായാലും മാന്യമായി തന്നെ റോഡ് ഉപയോഗിക്കണം. ഇതെല്ലാം മനുഷ്യൻ ഓടിക്കുന്ന യന്ത്രങ്ങൾ മാത്രമാണ്. ഇത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. അതിനാൽ റോഡിൽ ഉണ്ടാകുന്ന അത്രയ്ക്ക് ഗുരുതരമല്ലാത്ത പ്രശ്നങ്ങളിൽ ക്ഷമയോടെ പെരുമാറുക. മാന്യത എന്നത് എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ മാന്യമായി പെരുമാറിയെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ദാരുണമായി കൊല്ലപ്പെടില്ലായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് ക്രൂരമായി പെരുമാറിയത് കൊണ്ട് രണ്ടുപേരുടെ ജോലിയും ഭാവിയും കുഴപ്പത്തിലായിരിക്കുകയാണ് ഇപ്പോൾ. CISFകാർക്ക് തോന്നിക്കാണും ആ സമയത്ത് അല്പം ക്ഷമ കാണിക്കാമായിരുന്നു എന്ന്.